ഇന്ന് നല്ല അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കാം. ചിക്കൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ചേട്ടൻ മേടിച്ചിട്ട് വന്നത് ബീഫാണ്. നല്ല പിങ്ക് കളറിൽ അടിപൊളിയായിട്ടുള്ള നല്ല ബീഫാട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബീഫ് കഴുകി ഞാൻ വാരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക്, ഒരു 8-10 ഏലക്ക, കുറച്ച് ജീരകം, പിന്നെ 2 വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 8-10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, തക്കാളി, 4-5 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, 4 വലിയ സവാള. ഇതെല്ലാം എടുത്ത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 5-6 പീസ് പട്ട, ഒരു 8-10 പീസ് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മൊത്തം വഴറ്റിയിട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിറം ഒന്ന് മാറി വരുമ്പോഴേക്ക് തക്കാളി, പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്ന് നിറം മാറി ആ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മളെടുത്ത് വെള്ളം പോകാനായിട്ട് വാരി വെച്ചിരിക്കുന്ന ബീഫ് ഒന്നാകെ എടുത്ത് അതിനകത്തേക്ക് ഇടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മസാല പൊടിച്ചതും കൂടി എടുത്തിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിവിടെ വെയിറ്റ് അടുപ്പത്ത് വെക്കുകയാണ്. ഇത് വേവാനായിട്ട് ഏകദേശം ഞാനൊരു 5-6 വിസിൽ വരെയാണ് ഞാൻ കേൾപ്പിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ അരിഞ്ഞ സവാളയുടെയും ഉള്ളിയുടെയൊക്കെ തൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് കൊണ്ടിട്ട് ഒരു കറ്റാർവാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ വേസ്റ്റ് എല്ലാം ഇടുന്നത്. കറ്റാർവാഴയ്ക്ക് ഇതൊക്കെ ഇട്ടത് പെട്ടെന്ന് തഴച്ച് വളരും കേട്ടോ. അതിനുശേഷം കുക്കർ വിസിൽ കേൾക്കുന്നവരെ ഞാൻ എൻ്റെ ബാക്കി കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വിസിൽ ഏൽപ്പിക്കാനായിട്ട്. ഞാനൊരു 7 വിസിലാണ് ഇന്ന് കേൾപ്പിച്ചത്. ഏറ്റവും കുറച്ച് മസാല കൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.